എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസ് എടുക്കാൻ വേണ്ടിയല്ല, മോട്ടിവേഷനുമായിട്ടല്ല, പിന്നെ നിങ്ങൾക്ക് ഒരു അധ്യാപികയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മുടെ വളരെ പ്രധാനപ്പെട്ടൊരു കോഴ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്കറിയാം, ചലഞ്ചർ ആപ്പിൽ ഓരോ കോഴ്സും ലീഡ് ചെയ്യുന്നത് ഓരോ അധ്യാപകരാണ്. കേരള PSC ഞാനും വിശാഖ് സാറും ലീഡ് ചെയ്യുന്നു. ടീച്ചിങ് ചാനൽ നമുക്കറിയാം, രാജേശ്വരി മിസ്സാണ് ഇപ്പം ടീച്ചിങ് ചാനൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടീച്ചിങ്ങിൽ ഒരുപാട് അഡ്മിഷൻസ് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ആൾറെഡി ഉള്ളൊരു കോഴ്സാണ് CSEB. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്ന CSEB കോഴ്സിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപികയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. മിസ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ CSEB പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളോട് മിസ്സിന് പല കാര്യങ്ങളും പറയാനുണ്ട്. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടും. സോ നമുക്കറിയാം, CSEB എന്ന് പറയുന്നൊരു പരീക്ഷ വർഷത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പം വരുന്നൊരു പരീക്ഷയാണ്. ഇപ്പോൾ അതിൻ്റെ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് ടീച്ചറോട് ചോദിക്കണം. ആദ്യമായിട്ട് ഞാൻ ടീച്ചറെ പരിചയപ്പെടുത്താം. ടീച്ചറിൻ്റെ പേര് ചിപ്പി എന്നാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിലെ ഓഫ്ലൈൻ ഓൺലൈൻ മേഖലകളിൽ CSEB ക്ലാസ്സുകൾ എടുക്കുന്നു. നമ്മുടെ ചലഞ്ചർ ആപ്പിലെ ഭൂരിഭാഗം ക്ലാസ്സുകളും CSEB കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സിലബസ് അനുസരിച്ചുള്ള ഭൂരിഭാഗം ക്ലാസ്സുകളും ടീച്ചറാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ടീച്ചറിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്സേ, മിസ്സേ, നമുക്കറിയാം 2 മാസം കൂടുമ്പോൾ വരുന്നൊരു പരീക്ഷയാണ്. ഒരുപാട് സാധ്യതകളുള്ള ഒരു പരീക്ഷയാണ്. അതുപോലെ തന്നെ ഒഴിവുകൾ ഒരുപാടുള്ളൊരു പരീക്ഷയാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കാണുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? അതാണ് എനിക്ക് ടീച്ചറിനോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. ഇപ്പോൾ CSEBയിൽ ഒരുപാട് ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. നേരത്തെ വർഷത്തിൽ ഒരു 3 നോട്ടിഫിക്കേഷൻ ആയിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്നും നിരന്തരം എക്സാമാണ്. നേരത്തെ ഒരു എക്സാം കഴിഞ്ഞാൽ അത് ഒരു ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യണം പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാനായിട്ട്. പിന്നെ എക്സാം ഒരു 3 മാസത്തിനുള്ളിൽ കാണും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഗ്രേഡ് തിരിച്ചിട്ടുള്ള എക്സാമാണ്. ഒരു എക്സാം കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാമിന് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത എക്സാം വരെയാണ്. അതുപോലെ തന്നെ നേരത്തെ എന്ന് പറയുന്നത് ജൂനിയർ ക്ലർക്ക്, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടൻറ്റ് അങ്ങനെയായിരുന്നു എക്സാം. ഇപ്പോൾ ഗ്രേഡ് തിരിച്ച് എക്സാമിനെ മാറ്റിയിട്ടുണ്ട്. അതായത് സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ് 1, സ്പെഷ്യൽ ഗ്രേഡ് 2 to 7 അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ട് ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ടീച്ചർ, ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ ഇപ്പം പുതിയ രീതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ മാറ്റം വന്നിട്ടുണ്ടോ? ക്വാളിഫിക്കേഷനിൽ യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC + JDC ആണ്, അല്ലെങ്കിൽ +2 JDC ആണ്. ഇനി ഡിഗ്രി BCom കോപ്പറേഷൻ എടുത്തവർക്ക്, ഇനി BCom അല്ല, BComൽ എലക്റ്റീവായിട്ട് ടാക്സോ വേറെ എന്തെങ്കിലും എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അഡീഷണൽ എലക്റ്റീവ് കോപ്പറേഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അപ്രൂവൽ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ഉള്ളവർക്കാണെങ്കിൽ HDC കോഴ്സ് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കാം. ടീച്ചർ അത് വളരെ ആ മേഖലയിൽ വളരെ പരിചയമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ടീച്ചർ അത് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്താണ് നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ മിസ്സേ, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് ഒരുപാട് പേര് കൊമേഴ്സൊക്കെ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ലക്ഷ്യം, ഇപ്പോൾ കൊമേഴ്സ് എടുക്കുമ്പോൾ തന്നെ അവരുടെയൊക്കെ ഒരു ലക്ഷ്യം, ഇപ്പോൾ എൻ്റെ പെങ്ങളുടെ മോളായാലും അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം BCom കോപ്പറേഷൻ എടുത്ത് പഠിച്ച് ഈ CSEB ക്ലർക്ക് ആവണമെന്നായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട്. ആ തുടക്കക്കാരോട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറിന് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ കൊമേഴ്സിന് പറ്റിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ CSEB എക്സാം എന്ന് പറയുന്നത്. കാരണം കൊമേഴ്സ് എടുത്തവർക്ക് ഈ ജനറൽ PSC പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് വേറിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു മേഖലയാണ് ഈ CSEB എക്സാം. എന്നെ സംബന്ധിച്ച് ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റാണ്, ഞാനൊരു MCom കാരിയാണ്. എനിക്കിത് വളരെ ഏറെ പ്രിയപ്പെട്ട് ഞാൻ എടുത്തതാണ്. ഞാനൊരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആവണം എന്ന് പറഞ്ഞാണ് ഈ ഒരു മേഖലയിലോട്ട് തിരിഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലായത്. കാരണം നമുക്ക് PSC എക്സാം ആണെങ്കിൽ 3 വർഷത്തിലൊരിക്കലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ കേരള ബാങ്ക് കഴിഞ്ഞു, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കഴിഞ്ഞു. അപ്പോൾ അതിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഈ സൊസൈറ്റി കാറ്റഗറിയിലും പഠിച്ച് നല്ല സബ്ജക്റ്റ് നോളേജ് ഉള്ളവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്നവർക്കും ഇനി പഠിക്കാനായിട്ട്
ആയിട്ട് ഇരിക്കുന്നവർക്ക് ബെറ്റർ ആൻഡ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി പഠിച്ച് കയറാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ JCI, അതുപോലെ തന്നെ നമ്മുടെ ഖാദി ബോർഡ്, KS കാർഡ് അസിസ്റ്റൻറ്റ്, JCI ഖാദി ബോർഡിൻ്റെയൊക്കെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് എല്ലാ സ്റ്റുഡൻസും ഇപ്പോൾ അതിൻ്റെ പുറകെയാണ്. സബ്ജക്റ്റ് നോളേജുള്ള പഠിച്ച് സെറ്റായിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് അതിൻ്റെ പുറകെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. നിങ്ങൾക്കിത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നിരവധി വേക്കൻസിയും ഒരുപാട് നോട്ടിഫിക്കേഷനും എക്സാം എന്ന് വെച്ചാൽ ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ട്. ഒരു എക്സാം ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. ആ രീതിയിലാണ് അവസരങ്ങൾ. ഓക്കെ, ടീച്ചർ പറഞ്ഞു ഈ ഗ്രേഡ് തിരിച്ചാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മോഡലിൽ മാറ്റം വല്ലതും വന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് എക്സാം പാറ്റേണേ മാറിയിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ നമ്മളൊക്കെ പഠിച്ച് തുടങ്ങുന്ന ആ സമയത്ത് നമുക്കൊരു സിലബസ് ഇല്ല. എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നൊരു ഐഡിയ ഇല്ല. കോർപ്പറേഷൻ, ബാങ്കിങ്, കോപ്പറേറ്റീവ് ലോ, അക്കൗണ്ടിങ് കിട്ടുന്നതെല്ലാം നമ്മളിരുന്ന് പഠിക്കുമായിരുന്നു. എക്സാമിനൊക്കെ ആ രീതിയിലാണ്. എക്സാമിന് പിന്നെ ഒരു കാര്യമുണ്ട്, നേരത്തെ എന്ന് പറയുന്നത് ഒരു എക്സാം ക്യാൻസൽ ആവുന്നതിന് തൊട്ട് മുന്നേ വരെ ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. പെട്ടെന്ന് ക്രാക്ക് എളുപ്പമായിരുന്നു. ഒരു 160 ക്വസ്റ്റ്യനിൽ 100 ക്വസ്റ്റ്യൻ സബ്ജക്റ്റ് ആയിരുന്നു. ഏതാണ്ട് ഒരു 90 ക്വസ്റ്റ്യനോളം പ്രീവിയസ് ആയിരുന്നു. പക്ഷേ ആ ഒരു എക്സാം ക്യാൻസൽ ആയതിന് ശേഷം CSEB മൊത്തത്തിൽ അങ്ങ് മാറി. നല്ല രീതിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയായി. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ളത്. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് CSEBയിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതെന്ന് പറയുന്ന GK ഒരു സിലബസ് ഇല്ല. GK എവിടെ നിന്ന് പഠിക്കണമെന്ന് അറിയത്തില്ല. മീൻസ് എൻറ്റയർ PSC, ജനറൽ PSCയുടെ സിലബസും പിന്നെ സബ്ജക്റ്റും കൂടി ആകുമ്പോൾ നമുക്കൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഇപ്പോൾ സിലബസ് വന്നിട്ടുണ്ട്. സിലബസ് അനുസരിച്ചിട്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ 160 ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ ഇംഗ്ലീഷ് 20, GK 20, മാത്സ് 20 ആയിരുന്നു. ബാക്കി വരുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആയിരുന്നു വരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഏറെ റിലാക്സും നമുക്ക് കൂളാവുന്ന രീതിയിലാണ് ഒരു എക്സാം പാറ്റേൺ വന്നിരിക്കുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 10 ക്വസ്റ്റ്യന് ഇംഗ്ലീഷിന്, 10 ക്വസ്റ്റ്യൻ മാത്സ്, 10 ക്വസ്റ്റ്യൻ GK. നേരത്തെ കണക്ക് 20 ക്വസ്റ്റ്യൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, ടീച്ചർ പറഞ്ഞത് ശരിയാണ്. ഇംഗ്ലീഷിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. 10 മാർക്കാക്കി. അത് മാത്രമല്ല ക്വസ്റ്റ്യൻ മോഡലിൽ തന്നെ മാറ്റം വന്നു. എനിക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് കൂടുതലായിട്ട് അറിയാവുന്നത്. ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. CSEB ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഞാനാണ്. ആ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. അതുപോലെ മാത്സ് കൈകാര്യം ചെയ്യുന്ന വിശാഖ് സാറാണ്. ടീച്ചർ ഈ സബ്ജക്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സബ്ജക്റ്റ് ഈ മാത്സ്, ഇംഗ്ലീഷ് അതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഏത് വിഷയമാണ്? ബാങ്കിങ്ങിനും അക്കൗണ്ടിങ്ങിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. അതാണ് നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ. ബാങ്കിങ്ങിൽ തന്നെ ഇപ്പോൾ നമുക്ക് സിലബസ് തന്നിട്ടുണ്ടെങ്കിലും അതിനകത്ത് കുറേ ഹിഡൻ ടോപ്പിക്സ് ഉണ്ട്. അത് ഫൈൻഡ് ചെയ്യുക, ആ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ചർ ആപ്പിലെ കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് കാണാപ്പാഠമല്ല. നമ്മളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന രീതിയിലാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് തൊട്ട് ഹൈ ലെവൽ വരെ നിങ്ങളെ പഠിപ്പിച്ചെത്തിക്കും. അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ഏത് രീതി ചോദിച്ചാലും നിങ്ങൾക്കത് കിട്ടിയിരിക്കും. അത് ചലഞ്ചർ ആപ്പിൻ്റെ ഉറപ്പാണ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഞാൻ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഈ പിള്ളേർ കാൻഡിഡേറ്റ്സ് കാണാപ്പാഠം പഠിക്കുക. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സബ്ജക്റ്റാണ്. നമ്മൾ കാണാപ്പാഠം പഠിക്കണം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ കാണാപ്പാഠവും പഠിക്കണം, മനസ്സിലാക്കിയിട്ടുള്ളൊരു പഠനവും വേണം. മനസ്സിലാക്കിയിട്ടുള്ളൊരു പഠനം ഉള്ള കുട്ടിക്ക് മാത്രം പറ്റത്തില്ല, കാണാപ്പാഠം വേണം. അത് എന്തൊക്കെ ബൈഹാർഡ് ചെയ്യണം, എന്തൊക്കെ മനസ്സിലാക്കി പഠിക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങൾ വലിയ പ്രോബ്ലമൊന്നും നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ എന്താണ് അതിൻ്റെ ഫോർമാറ്റ്, ഓരോരോ ഐറ്റംസ് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്, ഇതൊക്കെ
ഒക്കെ പഠിച്ചിരിക്കണം. അപ്പോൾ ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്, ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ഫുള്ള് ബൈ ഹാർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങളിൽ നിന്ന് മാറ്റി കറക്റ്റ് സബ്ജക്റ്റ് നോളേജ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും, അത് ഉറപ്പാണ്. അതുപോലെ ഇനി വരുന്ന സബ്ജക്റ്റ് ബാങ്കിങ് മേഖലയിലും അക്കൗണ്ടിങ് മേഖലയിലും റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കും. പിന്നെ ഈ പ്രാക്ടിക്കൽ ലെവലിലാണ് എക്സാം ചോദിക്കുന്നത്, പ്രാക്ടിക്കൽ ലെവലിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് നിങ്ങളൊരു നോട്ട്സ് അങ്ങോട്ട് പഠിച്ചാൽ അതിൽ നിന്ന് ഡയറക്റ്റ് അല്ല അവർ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നേരെ ചോദിച്ചാൽ നിങ്ങൾ പറയും, ഇങ്ങനെ കറക്കി ചോദിച്ചാൽ നിങ്ങൾ പറയത്തില്ല. അപ്പോൾ നേരെ ചോദിച്ചാലും ഇങ്ങനെ കറക്കി ചോദിച്ചാലും നിങ്ങൾ ആൻസർ ചെയ്തിരിക്കും. ആ രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചറിൻ്റെ വാക്കുകളിൽ ആ കോൺഫിഡൻസ് ഉണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ചലഞ്ചറിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുകയാണ്. CSEB എന്ന് പറയുന്ന കോഴ്സ് ടീച്ചറിന് കിട്ടിയത് തന്നെ നമുക്കൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ സെഷൻ സംഘടിപ്പിക്കാനുള്ള കാരണം, നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നൊരു കോഴ്സല്ലത്. 5 വർഷമായിട്ട് ആ ഒരു കോഴ്സുണ്ട്. ടീച്ചർ 5 വർഷമായിട്ടുണ്ട്. പക്ഷേ ടീച്ചർ അങ്ങനെ മുഖം കാണിച്ചിട്ടില്ല യൂട്യൂബിൽ. നമുക്കറിയാം, നമ്മുടെ യൂട്യൂബിൽ അധ്യാപകരാരും അങ്ങനെ ഇതുവരെ മുഖം കാണിച്ചിട്ടില്ല. എല്ലാവരെയും നമ്മൾ കൊണ്ടുവരുന്നതേ ഉള്ളൂ. നമ്മളിതൊരു റീലോഞ്ചിങ് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു നല്ല ഒരു കോഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റഡ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ടീച്ചറിനെ ഇതും പറഞ്ഞ് വിളിക്കുമ്പം ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞത് കംപ്ലീറ്റ് എടുത്തു, സിലബസ് മൊത്തം അനുസരിച്ചുള്ള ക്ലാസ് മൊത്തം എടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി ഒന്നേന്ന് പല സ്ഥാപനങ്ങളും ചെയ്യുന്ന പോലെ ഒന്നേന്ന് ക്ലാസ് എടുത്ത് തുടങ്ങേണ്ട അവസ്ഥയൊന്നും നമുക്കില്ല. നമുക്ക് എല്ലാ കോഴ്സുകളും ഉണ്ട്. ഇത്രത്തോളം കോഴ്സുകൾ ചലഞ്ചറിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം കേരളത്തിലെ ഏറ്റവും മികച്ച ആപ്പുകളോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിലൊരു ആപ്പായിട്ടാണ് ചലഞ്ചർ ആപ്പ് നിൽക്കുന്നത്. പലർക്കും ഇതിൻ്റെ കോഴ്സുകളെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് ഇനി മുതൽ ചിപ്പി മിസ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. കൂടെ സപ്പോർട്ട് കൊടുക്കാൻ ഞാനും വിശാഖ സാറും. കാരണം അറിയാം, ഇംഗ്ലീഷും മാത്സും അതിനോടൊപ്പം നിൽക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ CSEB എന്ന് പറയുന്ന ഒരു കടമ്പ അതിജീവിക്കാൻ ടീച്ചറും ചലഞ്ചർ ആപ്പും നിങ്ങളെ സഹായിക്കും. ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ടീച്ചർ, ഇനി വരാൻ പോകുന്ന എക്സാം, ഈ അടുത്ത വരാൻ പോകുന്ന എക്സാം അതേതാണ് CSEB ആയിട്ട് ബന്ധപ്പെട്ട്? ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഇപ്പോഴും വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഓഫ്ലൈൻ ആണെന്ന്. ഓഫ്ലൈൻ അല്ല, ഇപ്പോൾ ഓൺലൈൻ ആണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഓൺലൈൻ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ തുടക്ക സമയത്ത് എന്താണ്, ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞു, നല്ലതോണം പ്രിപ്പയർ ചെയ്ത് പോയി. പക്ഷേ എക്സാം എടുക്കുമ്പോൾ എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയും ഒരു 3 മാസം നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ, ഒരു നോട്ടിഫിക്കേഷൻ വന്ന് അതിൻ്റെ എക്സാം എഴുതി റിസൾട്ട് വന്ന് ഇതൊക്കെ ഡിലേ ആവത്തില്ലേ, ടൈം പോവത്തില്ലേ എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള യാതൊരുവിധ ടെൻഷനും വേണ്ട. ഇപ്പം നമുക്കൊരു എക്സാം നമുക്ക് കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കാരണമോ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ആ സമയത്ത് ഒരു സാഹചര്യം കാരണം പറ്റിയില്ല എന്നുണ്ടെങ്കിലും തൊട്ടടുത്ത ആഴ്ച അടുത്ത എക്സാം വരികയാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ എക്സാം നടത്തുന്ന ഏതെങ്കിലും ഉണ്ടോ? PSC ഒക്കെ ഉണ്ടോ? PSC ഒക്കെ നമ്മൾ എത്ര നാൾ ഞാൻ ആദ്യം വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞത്, 2 മാസം കൂടുമ്പം നിരന്തരം നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നു, പരീക്ഷ നടക്കുന്നു, ഒരുപാട് ഒഴിവുകളുണ്ടല്ലേ, ഒരുപാട്. അതെ, നമുക്കിത് ചിന്തിക്കാനുള്ള ഒരു സമയമില്ല, റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയമില്ല. പിന്നെ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് വിചാരിക്കും ഈ എക്സാം പോയെങ്കിൽ എന്താ അടുത്തത് ഉടനെ വരുന്നുണ്ട്, അത് നമ്മൾ അച്ചീവ് ചെയ്യും. എന്നാൽ ചില ഒരു ഭാഗം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എക്സാം ഇഷ്ടം പോലെ ഇല്ലേ, ഇതല്ലെങ്കിൽ അടുത്തത്, അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ഇപ്പോൾ ഒരു നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 2026 ജാനുവരിയാണ്, ഇത് തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. നമ്മൾ പറയുന്ന കണക്ക് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ എങ്കിൽ 3 മാസത്തിനുള്ളിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് നിങ്ങൾ ലിസ്റ്റ് കയറുകയും ചെയ്യും. 2027 നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുകയും ചെയ്യും. അത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇത് ഞങ്ങളുടെ ഒരു പ്രിവിലേജാണ് ടീച്ചറിനെ പോലെ ഒരു അധ്യാപികയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. ഞാൻ അവതരിപ്പിക്കേണ്ട ഒരാളല്ല ടീച്ചർ എന്നെക്കാളും ചലഞ്ചറിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപികയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് കേരള PSCയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാ കോഴ്സുകളും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ, അടുത്ത ടെക്നിക്കൽ കൊണ്ടുവരാൻ പോകുന്നു, സ്പോക്കൺ ഇംഗ്ലീഷ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. അങ്ങനെ എല്ലാ കോഴ്സുകളും ആദ്യം വരുന്ന സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം നമുക്ക് ഇയർ എൻഡ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് നമ്മളിലേക്ക് ഇയർ എൻഡിൽ വന്നത്. ഈ പുതുവർഷത്തിൽ ഒരുപാട് അഡ്മിഷൻസ് നമുക്ക് വരുന്നുണ്ട്. അത് എല്ലാ കോഴ്സുകളും വരുന്നുണ്ട് കേരള PSC. ടീച്ചിങ്ങിൽ രാജേശ്വരി മിസ്സിൻ്റെ വരവോടുകൂടി നമ്മുടെ ടീച്ചിങ് കോഴ്സ് സ്ട്രോങ് ആയി.
ആ മോർണിംഗ് ചലഞ്ചൊക്കെ എത്രമാത്രം നല്ലതുപോലെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. കേറ്ററ്റിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ നമ്മളെ വിശ്വസിക്കുന്നു, വളരെ നല്ല രീതിയിൽ വിശ്വസിക്കുന്നു. ചലഞ്ചർ ആപ്പ് എന്താണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് ഗിമ്മിക്കുകളൊന്നുമില്ലാതെ ചലഞ്ചർ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായം എല്ലാവർക്കും സ്വയം വിലയിരുത്തി മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെയാണ് CSEB കോഴ്സ് റെഡിയാണ്, നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ മതി. ഇനി ചിപ്പി മിസ്സാണ് നയിക്കുന്നത്, ഞാൻ കൂടെ ഉണ്ടാകും, വിശാഖ് സാർ ഉണ്ടാകും, ഞങ്ങളെല്ലാ അധ്യാപകരും ചലഞ്ചറിൻ്റെ ഒരു വലിയ ടീം തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടാകും. സോ ഇനി എന്തെങ്കിലും അവസാനമായിട്ട് ടീച്ചർ ഉദ്യോഗാർത്ഥികളോട് പറയാനുണ്ടോ? ഇപ്പോൾ സാറ് പറഞ്ഞു, സാർ ഉണ്ടാവും, നമ്മുടെ വിശാഖ് സാർ ഉണ്ടാവും. ഇവരില്ലാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. കാരണം ഈ കൊമേഴ്സ് സ്റ്റുഡൻസിന് ഏറ്റവും പാടുള്ളതാണ് ഇംഗ്ലീഷ്, മാത്സ്, GK. അപ്പോൾ GK എടുക്കുന്ന സാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാക്കി ഏത് രീതിയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, പഠിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും. അതുപോലെ വിശാഖ് സാർ എന്താണ് ഷോർട്ട് കട്ട് മെത്തേഡും, എങ്ങനെ മാത്സ് പാടായിട്ടുള്ള കുട്ടികളെ എങ്ങനെ മാത്സിൽ സൂപ്പറാക്കാമെന്നുള്ളത്. അതുപോലെ ഇംഗ്ലീഷിൻ്റെ കാര്യം പിന്നെ സാറ് പറഞ്ഞല്ലോ, CSEBയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കിയിട്ടുണ്ടാവും. PSC എന്നൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്, കുറച്ചൊരു റാങ്ക് മേക്കിംഗ് നമുക്ക് കിട്ടാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയ ആണല്ലേ പാട്. അപ്പോൾ അത് എന്താണ്, അത് നമ്മൾ ഉറപ്പ് തരുന്നു, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ സബ്ജക്റ്റിൻ്റെ കാര്യം നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. എല്ലാവർക്കും സാർ പേടി കോപ്പറേറ്റീവ് ലോ ആണ്. ലോ എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. നേരത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സാർ, 110 സെക്ഷനും 201 റൂളും പഠിക്കണം. ഇത് കേൾക്കുമ്പോഴേ നമുക്കിത് വേണ്ട, ആയുധം വെച്ചങ്ങ് കീഴടങ്ങുകയാണ്. അതല്ല വേണ്ടത്. നമുക്ക് സ്റ്റോറി കണക്കാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ബേസിക് തൊട്ട് നമുക്കൊരു ലീഗലി എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ നിങ്ങളൊരു ബാങ്കിൽ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്താണ് അറിയേണ്ടത്, ഈ രീതിയിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലെവലിൽ നിങ്ങളെ കോപ്പറേറ്റീവ് ലോ പഠിപ്പിച്ചെടുക്കും. അപ്പം നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ആദ്യം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പയ്യെ കുറച്ച് ഹൈ ലെവൽ പഠിച്ച് നമ്മൾ ഓക്കെ ആക്കിയെടുക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ ചലഞ്ചർ ആപ്പിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഓക്കെ, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാകും. സോ വളരെ നല്ലൊരു സെഷനായിരുന്നു. ഞാൻ ഇത്രയും സമയമൊന്നും പ്രതീക്ഷിച്ചില്ല, എങ്കിലും വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് ടീച്ചർ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അറിവുള്ള ഒരാൾ ഒരു പരീക്ഷയെക്കുറിച്ച്, സബ്ജക്റ്റിനെക്കുറിച്ച്, അതിൻ്റെ സിലബസിനെക്കുറിച്ച്, അതിൻ്റെ ക്വസ്റ്റ്യൻ മോഡലിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു അറിവുള്ള ആളുടെ ഗൈഡൻസോട് കൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല, കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ ഈ CSEB പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കുമുള്ള ഷോർട്ട് വീഡിയോസും ടിപ്സുകളും ഒക്കെ ആയിട്ട് ടീച്ചറിന് നിരന്തരം നമ്മുടെ മെയിൻ ചാനലിൽ കാണും. അതിനുശേഷം നമ്മൾ ഒരു കോപ്പറേറ്റീവ് ബാങ്കിന് മാത്രമായിട്ട്, CSEBക്ക് മാത്രമായിട്ടൊരു ചാനൽ കൂടി ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ആക്കി നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് അസ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.